ഇറാഖി ക്രൈസ്തവർ തങ്ങളുടെ ജന്മനാട്ടിൽ നിന്നും പലായനം ചെയ്യുന്ന വാർത്തകൾ വീണ്ടും മാധ്യമ ശ്രദ്ധ നേടുന്നു. ഓസ്ട്രേലിയ പോലുള്ള വിദൂര സ്ഥലങ്ങളിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര തിരിക്കുന്ന ക്രൈസ്തവർ താൽക്കാലികമായി ഇറാഖിനോട് ചേർന്നുള്ള അയൽ രാജ്യങ്ങളിലാണ് ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത്. വടക്കൻ ഇറാഖിലെ ബഗ്ദാദിലുണ്ടായ ദാരുണമായ തീപിടുത്തത്തെ തുടർന്നാണ് 2023 അവസാനത്തോടെ ഈ പുതിയ കുടിയേറ്റ തരംഗം ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. അതിൻ്റെ അനന്തരഫലമായി ക്രൈസ്തവ സമൂഹത്തിൽ വലിയ ഭയവും നിരാശയും പടർന്നു. താരതമ്യേന സുരക്ഷിതമായ കുർദിസ്ഥാൻ മേഖലയിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികളെ പോലും ബാധിക്കുന്ന തരത്തിൽ പലായനം ഇപ്പോൾ ഭയാനകമായി മാറിയിരിക്കുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാന്യമായ ജീവിതം ഉറപ്പു നൽകുന്ന സുരക്ഷിതമായ തൊഴിലവസരങ്ങൾ തേടുന്നതിനപ്പുറമാണ് ഈ കൂട്ടപലായനത്തിന്റെ പിന്നിലെ കാരണങ്ങൾ. ശമ്പളം വൈകി ലഭിക്കുക, വൈദ്യുതി മുടക്കം, ജലക്ഷാമം, മറ്റ് വെല്ലുവിളികൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രതിസന്ധികളാണ് ഇറാഖിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവർ അനുഭവിക്കുന്നത്. തങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ തങ്ങളുടെ മക്കൾക്കുണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത് അവിടുത്തെ പൗരത്വം തേടുകയും ചെയ്യുന്നു. വൻതോതിൽ വർദ്ധിച്ച പലായനം ഇറാഖിലെ ക്രിസ്ത്യൻ ജനസംഖ്യയിൽ വലിയ ഇടിവ് സൃഷ്ടിച്ചു എന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമ ഫൗണ്ടേഷൻ പുറത്തുവിട്ട അനൌദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഇറാഖിൽ 90% ക്രൈസ്തവർ രാജ്യം വിട്ടു പോയതായി പറയുന്നു.